ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ കൗണ്ടുകൾ 85 ആയിട്ടുണ്ട്. ടൈം 8:30 ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. Once again, good evening all. Welcome back to our healthy living show. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്താണ് ഒരുപാട് നമ്മളെ വീടിനെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ നട്ടിലെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവര് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഒരു അവയർനെസ് തരാനും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ നൽകാനും അതിന് പറ്റിയിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തരാനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വെൽനസ് അഡ്വൈസർ ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ മാമിനെ വെൽക്കം ചെയ്യുന്നു. സംഗീത മാം, പ്ലീസ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓഡിബിൾ ആണ്? യെസ്, ഓഡിബിൾ ആണ്. കേൾക്കുന്നില്ലേ മാഡം? യെസ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. താങ്ക് യു. വണ്ടർഫുൾ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എൻ്റെ പേര് സംഗീത മനോജ്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരെയും ഇവിടെ എത്തിയിട്ടുള്ള ഓരോ മഹത് വ്യക്തികളെയും ഞാനും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹർദപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ കുറച്ച് സമയം മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്, അല്ലേ? നമ്മൾ എത്രത്തോളം സമ്പാദിച്ചു വെച്ചാലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പൊ ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താ വുമൺ ഹെൽത്ത് നമുക്കൊന്ന് സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാഡം. സെലിബ്രേറ്റ് വുമൺ. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് നമ്മൾ നോർമലി സ്ത്രീകളെ ലേഡീസിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ എപ്പോഴും എന്താണ് ഫീമെയിൽ എന്നാണെന്ന്, അല്ലേ? ശരിക്കും ഈ ഒരു ഫീമെയിൽ എന്ന വേർഡിന്റെ അർത്ഥം അറിയാമോ? സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെ? ഫീമെയിലെ ഫി എന്ന് പറഞ്ഞാൽ ഫെറം, അതായത് അയൺ എന്നാണ് മീനിങ്. മെയിൽ എന്ന് പറഞ്ഞാൽ മാൻ. അപ്പോൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അയൺ മാൻ എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഇരുമ്പ് കൊണ്ടുണ്ടായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പുരുഷന്റെ കരുത്താണ് ലേഡിക്ക് എന്നാണ് ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ലേഡി അത്രത്തോളം സ്ട്രോങ് ആണ് എന്നാണ് ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മാഡം നെക്സ്റ്റ്. ലേഡി എന്നൊരു വെർസറ്റൈൽ ക്യാരക്ടർ ആണ്, അല്ലെ? ഒരു വുമൺ വെർസറ്റൈൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് ആളുകളെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ലേഡീസ് എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് ഒരു സമയം തന്നെ നല്ല ഒരു അമ്മയുടെ റോള്, നല്ലൊരു സുഹൃത്തായിട്ട്, ഒരു സഹോദരിയായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു പിന്നെ സിസ്റ്റർ ആയിട്ട്, പിന്നെ നല്ലൊരു അമ്മയായിട്ട്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റോളുകള്, വൈഫ് നല്ലൊരു ഭാര്യയുടെ റോളൊക്കെ കൈകാര്യം ചെയ്ത മൾട്ടിപ്പിൾ റോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വെർസറ്റൈൽ ക്യാരക്ടറാണ് ലേഡീസ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം നമ്മളെ അമ്മമാരെ അല്ലെങ്കിൽ ഉമ്മമാരെയൊക്കെ ഒന്ന് ആലോചിച്ചറിയാം, ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടിയാണ് ലേഡീസ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ലേഡീസ് ഇന്ന് സ്വന്തം ആരോഗ്യ കാര്യത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അല്ലെ? അവർ ജീവിക്കുന്നത് വേണ്ടിയിട്ട് തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് ലേഡീസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഒരുപാട് ലേഡീസിനെ നമുക്ക് കാണുന്നുണ്ട്, പല റോളുകൾ ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്?
ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. നമുക്ക് ലേഡീസിന് നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വൈകുന്നേരം വരെയുള്ള ജോലികൾ തീർത്ത് അച്ഛൻ, അമ്മ, മക്കള്, ഹസ്ബൻഡ് ഇവർക്ക് വേണ്ട ഭക്ഷണവും കാര്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ സമയത്താവുമ്പോൾ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെ? അത് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും നമ്മൾ കഴിക്കും. അപ്പോഴും നമ്മളെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല അല്ലെ? അതുപോലെ ഒരു വീട്ടിലെ ഏറ്റവും ആദ്യം ഉണരുന്നതും ഏറ്റവും വൈകി ഉറങ്ങുന്നതും ആ വീട്ടിലെ ഒരു ലേഡി തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ഈ ഒരു ടൈം പീരീഡിൽ അവർ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? പ്രത്യേകിച്ച് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഒക്കെ ആയുള്ള സമയത്ത് പോലും റെസ്റ്റ് കാര്യങ്ങൾ നല്ല പോഷകങ്ങളൊക്കെ കഴിച്ചിരിക്കേണ്ട ആ സമയത്ത് പോലും അതൊന്നും വക വെക്കാതെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകുന്ന ആളുകളാണ് ലേഡീസ്. നമ്മൾ പൊതുവേ ഈ ലേഡീസിനെ നമ്മളെപ്പോഴും താരതമ്യപ്പെടുത്താറ് നമ്മളെ കിഡ്നി, ലിവർ ഇങ്ങനെ 2 അവയവങ്ങൾ വെച്ചാണ്. എന്താണ് ഈ ഒരു 2 ഓർഗൻസിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ 2 അവയവങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്നും അറിയാൻ പറ്റില്ല. എന്നാൽ ഒരു 70-75% ഡാമേജ് ആകുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുക. അതുപോലെയാണ് ലേഡീസ്. തുടക്ക സമയത്ത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ പുറത്ത് പറയില്ല. എന്നാൽ അവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമായിരിക്കും അവരത് പുറത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു 35 അബോവ് ലേഡീസ് കഴിയുന്ന സമയത്ത് അവർ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതിലിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലേഡീസ് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ PCOD ഒക്കെ ഞാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു 50 ആളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു 25 ആളുകൾക്കും ഇന്ന് PCOD അനുബന്ധ പ്രശ്നങ്ങളോട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ PCOD പിന്നെ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഒന്നും ഓവറായിട്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ് ആവാത്ത ഒരവസ്ഥ, അതുപോലെ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. അത് ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. ഒരു 40% നമ്മുടെ കുട്ടികളില്ലാത്ത പ്രശ്നം ഈ ഒരു PCOD അനുബന്ധ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ തന്നെ ഡയബറ്റീസ്, ഒബേസിറ്റി, BP, അതുപോലെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ല് പൊള്ളയാകുന്ന അസുഖമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു 35 മെനോപോസ്, അതായത് ആർത്തവവിരാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം അല്ലേ? ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ നഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് ഒരു സ്ത്രീയെ വളരെ ഹെൽത്തി ആക്കി വെക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈസ്ട്രജൻ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം നഷ്ടപ്പെടും. അതായത് നമ്മുടെ എല്ലുകളിലൊക്കെ കാൽസ്യത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സപ്പോർട്ടിങ് എലമെന്റ് ആണ് ഈസ്ട്രജൻ. അപ്പോൾ ഈസ്ട്രജൻ കുറയുമ്പോൾ കാൽസ്യം നഷ്ടപ്പെടും. അതുവഴി നമുക്ക് എല്ല് പൊള്ളയാകുന്ന അസുഖം നമ്മളറിയാം. പ്രായമായ ആളുകളൊക്കെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് എല്ല് പൊട്ടുക, അതുപോലെ എല്ല് തേയ്മാനം, നമുക്ക് എപ്പോഴും ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ വരും, മസിൽ പെയിനും കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് എല്ല് സംബന്ധമുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ തെറ്റായ ജീവിത രീതി കൊണ്ട് നമ്മൾക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ നല്ലൊരു ഡയറ്റ്, ഗുഡ് ഡയറ്റ് പിന്നെ കീപ്പ് ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഒരുവിധം ആരോഗ്യം കാത്തു സൂക്ഷിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അടക്കം വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാണ് വളരുന്നത്. അതുപോലെ അടുക്കളയിലാണെങ്കിൽ പോലും ലേഡീസ് വെള്ളം കുടിക്കാൻ വരെ മടിയുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാഡം ഓക്കെ അല്ലേ? ഹലോ മാഡം. ഓക്കെ ആണ്, പറഞ്ഞോളൂ. അപ്പൊ ഇതുപോലെ നമ്മൾ വെള്ളം കുടിക്കാൻ വരെ മടിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് പിന്നെ നമുക്കൊരു ഇത്ര തിരക്കുള്ള ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ആഹാരമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. ഐകെയർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര്. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ 0 സൈഡ് എഫക്റ്റ്, ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളെ പഴയ ഹെൽത്തി ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് ഐകെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ്
വെൽനെസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എന്തെല്ലാം ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഇതിൽ നമ്മളിവിടെ കാണുന്ന ഒരു 4ഓളം ഹെർബുകൾ അടങ്ങുന്ന ഒരു 4 ഹെർബിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് ഇൻഗ്രിമിൻ ഫ്യൂഷൻ എന്നാണ് ഈ ഒരു കോംപ്ലക്സ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ 4 ഇൻഗ്രീഡിയന്റ് ഹീറോ ഇൻഗ്രീഡിയന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കുർക്കുമിൻ ആണ്. മഞ്ഞളിൽ നിന്നും വേർതിരിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഈ ഒരു കുർക്കുമിൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലെ. നമുക്കറിയാം മഞ്ഞളില് ഇപ്പൊ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയിലൊക്കെ മഞ്ഞൾ ഉണ്ടോ എന്നുള്ള കുർക്കുമിൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് അല്ലെ. അപ്പൊ കുർക്കുമിനാണ് ഇത് നമ്മുടെ സ്കിന്നിന് ഓവറോൾ സ്കിൻ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോസ്വെല്ലിയാണ്, കുന്കുമം. ഇത് നമ്മുടെ നെഞ്ചിരിച്ചിൽ കുറയ്ക്കാന്, അതുപോലെ ബോൺ ഹെൽത്ത് പറഞ്ഞു, കാൽസ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എല്ല് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മുട്ടുവേദന, ജോയിന്റ് പെയിൻ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്പരാഗസ് ആണ്, ശതാവരി എന്ന് പറയുന്നു. ഇത് ഔഷധ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ്, ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷനും കാര്യങ്ങളും അതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ളതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആസ്പരാഗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വലേറിയൻ, ജഡാമാഞ്ചി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൂന്നും പിന്നെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബ്രെയിൻ ടോണിക് എന്നാണ് അറിയപ്പെടുന്നത്. മെന്റൽ ഹെൽത്ത്, അതുപോലെ സ്ട്രെസ്, ഡിപ്രഷൻ, നല്ല ഉറക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു 4 പ്രൊഡക്റ്റ് കൂടാതെ മറ്റ് 9ഓളം പ്രൊഡക്റ്റുകളും നമുക്കുണ്ട്. കുങ്കുമം, മുള്ളാത്ത, പീച്ച് പഴം, അതുപോലെ തന്നെ എള്ള്, കരിനെച്ചി, ചങ്ങലം വരണ്ട, മുത്തൽ, നെല്ലിക്ക, കറ്റാർ വാഴ, ഇങ്ങനെയുള്ള ഒരുപാട്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഇതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റില്. അപ്പൊ അതിലുള്ള പല ഇത് നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയുർവേദമാണ്. നമുക്ക് വേണ്ടതും വേണ്ടാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹെർബലുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണോ ശരീരത്തിന് ആവശ്യം അത് മാത്രം വേർതിരിച്ച് നമ്മുടെ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐകെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ്, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെ നമുക്ക് ഈ ഐകെയർ ഇത്രയും ഇൻഗ്രീഡിയന്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഹോർമോണൽ വെൽനെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മേഡം നമുക്കൊരു 35 ലേഡീസിന് നമ്മൾ 80% ലേഡീസും ഇന്ന് ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന 80% ആളുകൾ ഉണ്ട് എന്ന് അറിയുന്നത്. അതൊക്കെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ തുടക്കത്തിലേ നമ്മൾ അതിനെ തടഞ്ഞു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ ഒരുപാട് അവയവങ്ങൾ വരെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പൊ ഈ ഹോർമോൺ വെൽനെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പീരിയഡ്സ് സംബന്ധമുള്ള പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന് കംപ്ലീറ്റ് വെൽനെസ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓസ്റ്റിയോ വെൽനെസ്, അതായത് നമ്മൾ എല്ല് സംബന്ധമായ നേരത്തെ പറഞ്ഞു കാൽസ്യം ഔട്ട് ആകുമ്പോൾ നമുക്ക് കാൽസ്യം കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കാൽസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് വെൽനെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് നല്ല ജോയിന്റ് പെയിനും വേദനകളൊക്കെ ഉണ്ട്. എല്ലാ വേദനകളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോസ്മെറ്റിക് പ്രോഡക്റ്റ്, നമ്മളെ കുങ്കുമപ്പൂവും മഞ്ഞളിൽ കുർക്കുമിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ആന്റി ഏജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കുറച്ചുകൊണ്ട് ഒരു കോസ്മെറ്റിക് വെൽനെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ വെൽനെസ്, സൈക്കോളജി നമുക്കറിയാം ഈ ഒരു 35 കഴിഞ്ഞ് മെനോപോസിലേക്കൊക്കെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ. അതൊക്കെ ഈ ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ടാണ്. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, നമുക്ക് പ്രായമായോ എന്നുള്ള തോന്നലും കാര്യങ്ങളൊക്കെ ഒരു അർത്ഥവിരാമത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളൊന്ന് നമ്മുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്നാൽ പോലും നമ്മൾ ഇതാവും. അപ്പൊ നമുക്ക് സൈക്കോളജിക്കൽ വെൽനെസ് വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റില് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ വെൽനെസ്, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ രോഗങ്ങൾ ഒരുവിധം നമുക്ക് തടഞ്ഞു നിർത്താം. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ ഇമ്മ്യൂൺ വെൽനെസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗട്ട് വെൽനെസ്, നമുക്കറിയാം എന്തൊക്കെ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ദഹനമോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ശരിയാവില്ല അല്ലെ. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ദഹനവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിവർ വിഷമുക്തമാക്കാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഓവറോൾ വെൽനെസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻസ് ആയുർവേദ പ്രൊഡക്റ്റുകളാണെന്ന് പറഞ്ഞു. അതായത് ഒരുപാട് വർഷത്തെ ക്ലിനിക്കൽ സ്റ്റഡീസിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ
ആയുർവേദ ഉൽപ്പന്നങ്ങളെ ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിലാണ് ക്ലിനിക്കൽ സ്റ്റഡി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം. കമ്പനി വേണ്ട കണ്ടന്റ് മാത്രം വേർതിരിച്ചെടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട്, ഇതാണ് ഇതിന്റെ പ്രത്യേകത. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. മാഡം നെക്സ്റ്റ്. ബയോആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷനാണ് നമ്മുടെ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മുടെ ഇൻഡസ്ട്രിയ കമ്പനിയാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ കെയറിന്റെ ഇനി നമ്മളത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ രാവിലെയും വൈകുന്നേരം ഒരു 30 മില്ലി വീതം ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപാണ് നമ്മളിത് കഴിക്കേണ്ടത്, ഈ ഒരു ഐ കെയർ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു, പ്രൊഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെട്ടു. നമ്മൾ ലേഡീസ് അശ്രദ്ധ മൂലം നമ്മളല്ലേ വെക്കുന്ന വെള്ളം പോലും കുടിക്കാൻ മടിയുള്ള ആളുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല അല്ലേ. നമുക്ക് രോഗം വന്നിട്ട് കഴിക്കാൻ നിൽക്കാതെ രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഐ കെയർ കഴിക്കാം. ഈ ഒരു ഐ കെയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, ഒരുപാട് ജനസംഖ്യ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള ലേഡീസ്, അത് ഏത് റോളുകൾ ഏറ്റെടുക്കുന്ന ആളുകളായിരുന്നു, നമ്മൾ അമ്മയോ ഉമ്മമാരോ അമ്മമാരോ പെങ്ങന്മാർ, ഏത് റോളുകൾ ഏറ്റെടുക്കുന്ന ആളുകളായാലും കിടപ്പിലായി പോയ നമ്മളെ വീടിന്റെ അവസ്ഥ നമ്മളൊന്ന് ഓർത്താൽ മതി അല്ലേ. നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ ലേഡീസിനോട് പറയണം, നമ്മൾ സ്വന്തം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിത് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് നമ്മളിത് അതിന് ട്രീറ്റ്മെന്റും കാര്യം, അതായത് നമ്മൾ ഈ ഒരു ഐ കെയർ കഴിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ കഴിയില്ല, അതായത് ലാസ്റ്റ് ഘട്ടത്തിൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ഐ കെയർ കഴിക്കുകയാണെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. അതുപോലെ ജെൻസിനോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് റോളുകൾ ഏറ്റെടുക്കുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് ഈ ഒരു ഐ കെയർ എന്ന് പറഞ്ഞാൽ. അവരൊന്ന് കെയർ ചെയ്യുക കൂടെ. അതായത് അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഈ ഒരു ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്നതാണ്. അപ്പൊ അവരോട് ദേഷ്യവും കാര്യം തോന്നരുത്, അതിന് പകരം അവരെ കെയർ ചെയ്യുക. അതോടൊപ്പം ഒരു ഐ കെയർ അവർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ ലേഡി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസിനെ വാർത്തെടുക്കാനും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. സോ സംഗീത മാഡം നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ സെഷൻ എടുത്തു തന്നു. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും മെന്റൽ പ്രഷറും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്കൊരു പ്രോഡക്റ്റും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോ സ്ത്രീകളെ സ്നേഹിക്കുന്ന, അല്ലെ അമ്മയെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന, പെങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാവട്ടെ, ഈ ഒരു ഐ കെയർ ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സംഗീത മാഡത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് സുജിനി വിപിൻ. താങ്ക് യു സോ മച്ച്.